500 കോടി അടിപൊളി പടം. സാറിന്റെ പടം സൂപ്പർ ഹിറ്റ്. രക്ഷയില്ല. തിയേറ്റർ കത്തിച്ചു. തിയേറ്റർ ഫസ്റ്റും സെക്കൻഡും മേലെ. തുടരും മൂവിക്ക് ശേഷം മോഹൻലാലിന്റെ വൻ തിരിച്ചൊരു വൻ കത്തലാണ് മൂവി. കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. മൂവിയെ തൂക്കിയത് 300 കോടി ലോക്ക്. ക്ലൈമാക്സ് ഒക്കെ വമ്പൻ ട്വിസ്റ്റ് ആയിരുന്നു. രോമാഞ്ച് വരുന്ന തിയേറ്റർ. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. ഇത് ശരിക്കും ഒരു സംവിധായകനാണോ അതൊരു ക്രിമിനൽ ആണോ എന്ന് വരെ തോന്നിപ്പോ. അങ്ങനത്തെ രീതിയിലാണ് പുള്ളിക്കാരെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതുവരെ കാണാത്ത ഒരു ജോർജ് കുട്ടി, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജോർജ് കുട്ടിയെ കാണാം. രാവിലെ ചെല്ലുമ്പോ കാട്ടല് പോലെയാ ജനക്കൂട്ടം. നമിച്ചു, ലാലേട്ടൻ കരയിച്ചു. പിന്നെ എന്താ പറയേണ്ടത്, മൊത്തത്തിൽ നമ്മൾ എന്താണോ ലാലേട്ടനിൽ നിന്ന് ഇത്രയും നാൾ പ്രതീക്ഷിച്ച ആ ഒരു അഭിനയം കിട്ടി. സംതൃപ്തി, ഒരുപാട് സന്തോഷം. ജോർജ് കുട്ടി ഇറങ്ങി തിരിച്ചുകയാണ്. സ്വന്തം കുടുംബത്തെ ഏത് വിധേനയും രക്ഷിക്കും എന്നുള്ള രീതിയിൽ ജോർജ് കുട്ടി ഇറങ്ങി തിരിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഈ പടം എന്തിനായിരുന്നു? ഇനി ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിന് 4-ാം ഭാഗം 5-ാം ഭാഗം ഒക്കെ എന്തിന്? എന്താ പറയാ, ഓക്കെ എന്നല്ലാതെ എനിക്ക് ഒന്നുമില്ല. എന്തിനോ വേണ്ടി ഉണ്ടാക്കിയ കുറെ പ്ലോട്ട് ട്വിസ്റ്റുകളും എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഞാൻ ഭയങ്കര ഹൈപ്പായിട്ട് വന്നു ഒരു രക്ഷയില്ലാത്തൊരു പടം കണ്ടു എന്നുള്ള ഒരു സാധനം പറയും എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചാണ്. പക്ഷെ ഞാൻ പോകുന്നു. ബൈ.